ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 071/2022 ആണ്. ഇതൊരു കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പല സ്റ്റേജിൽ നടന്ന എക്സാം ആയിരുന്നു. അതിൽ സ്റ്റേജ് 4 നടന്ന എക്സാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ എ സ്വാതി മോഹൻ, ഓപ്ഷൻ ബി രോഹിണി ഗോഡ്ബോൾ, ഓപ്ഷൻ സി സൗമ്യ സ്വാമിനാഥൻ, ഓപ്ഷൻ ഡി ഋതു കരുതാൽ. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി സൗമ്യ സ്വാമിനാഥൻ ആണ് കേട്ടോ. സൗമ്യ സ്വാമിനാഥൻ. നമുക്കിതിൽ ഋതു കരുതാൽ എന്ന പേര് പരിചിതമല്ലേ? ആരാണത്? അദ്ദേഹം ഋതു കരുതാൽ വന്നിട്ട് റോക്കറ്റ് വിമൻ എന്നറിയപ്പെടുന്നു അല്ലേ? എന്തെന്നറിയപ്പെടുന്നു? റോക്കറ്റ് വിമൻ. കാര്യം എന്താണ്? ചന്ദ്രയാൻ 2വിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആയിരുന്നു ഋതു കരുതാൽ. എന്താണ്? ചന്ദ്രയാൻ 2വിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? നമുക്ക് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. ഒരു കൺഫ്യൂഷനും വേണ്ട. ഓപ്ഷൻ എ ആണ് ആൻസർ. 5+3+3+4. അപ്പോൾ ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? 5+3+3+4. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? അത് ഓപ്ഷൻ ഡി ചെങ്കോട്ടയാണ്. ഓപ്ഷൻ ഡി ചെങ്കോട്ടയാണ്. നോക്കൂ, ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ? കുറേ നോട്ടിൻ്റെ ചിത്രം. നമുക്ക് നോക്കാം. 10 രൂപയിൽ കാണപ്പെടുന്ന ചിത്രം ഏതാണ്? അത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഏതാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. അതെവിടെ കാണപ്പെടുന്നു? ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിൽ. അപ്പോൾ 20 രൂപയാണെങ്കിലോ? 20 രൂപയിൽ കാണപ്പെടുന്ന ചിത്രമാണ് എല്ലോറ ഗുഹകൾ. ഏതാണ്? എല്ലോറ ഗുഹകൾ. അടുത്ത 50 രൂപയാണെങ്കിലോ? 50 രൂപയിലാണ് ഹംപി. ഹംപിയാണ് 50 രൂപയിൽ കാണുന്നത്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് കർണാടകയിലാണല്ലേ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കർണാടക. അപ്പം 100 രൂപയാണെങ്കിലോ? 100 രൂപയിൽ കാണുന്നത് റാണി കി വാവാണ്. ഏതാണ്? റാണി കി വാവ്. അപ്പോൾ 200 രൂപയാണെങ്കിൽ അതിൽ കാണപ്പെടുന്നതാണ് സാഞ്ചി സ്തൂപം. ഏതാണ്? സാഞ്ചി സ്തൂപം മഹാരാഷ്ട്രയിൽ കാണപ്പെടുന്നതാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. നമ്മുടെ ചോദ്യം 500 രൂപ നോട്ടിൽ എന്ത് കാണപ്പെടുന്നു? ചെങ്കോട്ടയുടെ ചിത്രമാണ് അല്ലേ? ഏതാണ്? ചെങ്കോട്ട. അപ്പോൾ 2000 രൂപയിലാണെങ്കിൽ ഏതാണ്? അത് മംഗൾയാനാണ് അല്ലേ? മംഗൾയാൻ. നമ്മുടെ കയ്യിൽ നോട്ടെടുത്ത് നമുക്ക് നോക്കിയാൽ ഈ ചിത്രങ്ങളെല്ലാം കാണാൻ പറ്റും. ഓക്കെ, നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? അത് ഓപ്ഷൻ ബി പാരീസ് ആണ്. ഓപ്ഷൻ ബി പാരീസ്. അപ്പോൾ നമുക്ക് 2028 എവിടെയാണ്? 2028 അത് ലോസ് ഏഞ്ചൽസ് ആണ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. അത് USA എവിടെയാണ്? USA. അപ്പോൾ 2032 ആണെങ്കിലോ? 2032 അത് ബ്രിസ്ബെയിനിലാണ്. എവിടെയാണ്? ബ്രിസ്ബെയിൻ. ബ്രിസ്ബെയിൻ എവിടെയാണ്? അത് ഓസ്ട്രേലിയയാണ്. എവിടെയാണ്? ഓസ്ട്രേലിയ. അപ്പോൾ 2024 ഒളിമ്പിക്സ് വേദി ചോദിച്ചാൽ അത് പാരീസ് ആണ്. 2028 ചോദിച്ചാൽ അത് ലോസ് ഏഞ്ചൽസ് ആണ്. 2032 ചോദിച്ചാൽ അത് ബ്രിസ്ബെയിൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി. PSCക്ക് ഒരുപാട് ഇഷ്ടമായ ചോദ്യമാണ്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരിക്കലും തെറ്റിക്കരുത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനിയാണ്. ഏതാണ്? മൃതസഞ്ജീവിനി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ ആണ്. ആരാണ്? മോഹൻലാൽ. PSC ചോദിച്ചൊരു ചോദ്യമാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. അപ്പോൾ നോക്കൂ, ഇവിടുത്തെ ഓപ്ഷൻ സി ജീവനം പദ്ധതി. എന്താണ് ആ പദ്ധതി? നമുക്ക് നോക്കിയാലോ. നമ്മുടെ SCRTയിലെ 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഈ ജീവനം പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം. എന്താണ് ജീവനം പദ്ധതി? അതൊരു സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതിയാണ് അല്ലേ? സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. അപ്പോൾ എന്താണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. അതാണ് ജീവനം പദ്ധതിയുടെ ലക്ഷ്യം അല്ലേ? നമുക്കിനി PSC ഇത് ചോദിക്കാം.
അപ്പം നോക്ക്, വേറെയും കുറച്ച് പദ്ധതികൾ കൊടുത്തിട്ടില്ലേ, നമുക്ക് നോക്കിയാലോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഇപ്പോൾ പേരൊക്കെ മാറ്റിയല്ലേ. ആ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. അതേ ലക്ഷ്യം തന്നെയാണ് വേറൊരു പദ്ധതിയും, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. എന്താണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന? വേറൊന്ന് നോക്കിക്കേ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്താണ് ലക്ഷ്യം? നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. എന്ത് നൽകുന്നു? തൊഴിൽ നൽകുന്നു. അപ്പൊ ജീവന പദ്ധതി ഒന്ന് ഓർത്തു വെക്കുക. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനാണ് ജീവനം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? എന്നാണ് യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്? അത് ഓപ്ഷൻ ബി ഫെബ്രുവരി 21. എന്താണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 21. അപ്പോൾ മാർച്ച് 22 എന്താണ്? മാർച്ച് 22 അത് ലോക ജലദിനമാണ്. എന്താണ്? ലോക ജലദിനം. ലോക ജലദിനം. അപ്പം മാർച്ച് 21 എന്താണ്? മാർച്ച് 21 വനദിനം. എന്താണ്? വനദിനം. അപ്പം മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 21 വനദിനം. ഫെബ്രുവരി 21 എന്താണ്? മാതൃഭാഷാ ദിനം. എന്താണ്? മാതൃഭാഷാ ദിനം. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ദിനങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ ആ ദിനങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അടുത്ത ചോദ്യം, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് സിറിയക് ജോസഫ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കേരള ലോകായുക്ത ആരാണ്? അത് വന്നിട്ട് ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ. അപ്പോൾ ഇത് ഓർത്തു വെക്കുക. ഇപ്പോഴത്തെ സംസ്ഥാനത്തെ ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ഈ ചോദ്യത്തിൽ തന്നെ വേറൊരു ഉത്തരം കിടപ്പില്ലേ, അല്ലെങ്കിൽ വേറൊരു ചോദ്യം കിടപ്പില്ലേ? എന്താണ്? ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ഏത്? ലോകായുക്ത. ചോദിച്ചൂടെ പി.എസ്.സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരായിരുന്നു? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരായിരുന്നു? അത് ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ആയിരുന്നു അല്ലേ? ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ആയിരുന്നു. എന്നാൽ 2023 ജേതാക്കൾ ആരായിരുന്നു? 2023 അത് ഓസ്ട്രേലിയയാണ്. ആരാണ്? അത് ഓസ്ട്രേലിയ. 2023 റണ്ണറപ്പ് ആരായിരുന്നു? അത് ഇന്ത്യയായിരുന്നു. റണ്ണറപ്പ് ആരായിരുന്നു? ഇന്ത്യ. എന്നാൽ 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് അല്ലേ? 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ആരായിരുന്നു? പി.എസ്.സി ഉറപ്പായിട്ടും ചോദിക്കാം, കാരണം ജേതാക്കളായത് ഇന്ത്യയായിരുന്നു. ആരായിരുന്നു? ഇന്ത്യയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും പി.എസ്.സി ഇന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2025 വനിതാ ലോകകപ്പ് ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ഇന്ത്യയായിരുന്നു. ആരാണ്? ഇന്ത്യ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എന്താണ്? ശരിയായ പ്രസ്താവനയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ എ നോക്കാം. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ശരിയാണോ അത്? അതെ, വളരെ ശരിയാണല്ലേ. നാറ്റോ രൂപം കൊണ്ട വർഷം പി.എസ്.സി ചോദിച്ചിട്ടുണ്ട്. അതെന്നാണ്? 1949 ഏപ്രിൽ 4 ഇനി ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ശരിയാണോ? അതും ശരിയാണല്ലേ. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. 3ാമത്തെ ഓപ്ഷൻ, അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ശരിയാണോ? അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ഓപ്ഷനായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി 1, 2, 3 ശരി അല്ലേ? 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പി.എസ്.സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? സെക്രട്ടറി ജനറലിന്റെ പേരാണ്
മാർക്ക് റൂട്ടെ. എന്താണ്? മാർക്ക് റൂട്ടെ. സെക്രട്ടറി ജനറൽ ആരാണ് നാറ്റോയുടെ? മാർക്ക് റൂട്ടെ. അടുത്ത ചോദ്യം, 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആ പദ്ധതി ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് അല്ലേ. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എന്താണ്? എല്ലാവർക്കും വീടാണ് ആവശ്യം. അപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി കൃഷി സഞ്ചായ് യോജന, അത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന നമുക്കത് അറിയില്ല, എന്നാലും നമുക്ക് ഊഹിക്കാം എന്തെങ്കിലും നമ്മുടെ നൈപുണ്യ വികസന തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാവാം. ജീവൻ ജ്യോതി ബീമാ യോജന, അതേതെങ്കിലും ഇൻഷുറൻസ് ആവാം. പ്രധാനമന്ത്രി ആവാസ് യോജന, ആവാസം അല്ലെ. ആവാസം എന്ന് വെച്ചാൽ നമ്മൾ വീട് അല്ലെങ്കിൽ താമസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്കൊരു ചെറിയ ഒരു ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഏതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. മറക്കരുത്, 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജന. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കു ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കു ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ഓപ്ഷൻ സി സിവാലിക് ആണ്. ഓപ്ഷൻ സി സിവാലിക്. നമ്മുടെ പുതിയ SCERTയിൽ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്താണ്? 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ, എന്താണ് ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്ററിൽ അത് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി ഉള്ളതും ഗംഗാ സമതലത്തിന് അതിരമായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പം നോക്കൂ, ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി ഉള്ളതും, അതല്ലേ ഇവിടെ ചോദ്യം, ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതും സിവാലിക് നിരയ്ക്ക് ഏകദേശം എത്ര? 60 മുതൽ 150 കിലോമീറ്റർ വരെ എന്തുണ്ട്? വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ എന്തെന്ന് വിളിക്കുന്നു? ഔട്ടർ ഹിമാലയ അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. അപ്പൊ സിവാലിക്കിനെ എന്തെന്ന് വിളിക്കുന്നു? ഔട്ടർ ഹിമാലയം. അത് ഹിമാലയത്തിന് തെക്ക് സ്ഥിതി ചെയ്യുന്നു. 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അതിന്റെ അതിരേതാണ്? ഗംഗാ സമതലമാണ്. നോക്കാം, സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. അപ്പൊ അടുത്ത് എന്തിനെ പറ്റി പറയുന്നു? ഹിമാചലിനെ പറ്റി പറയുന്നു അല്ലേ. അതെന്താണ്? സിവാലിക്കിന് വടക്കായിട്ടാണ്. എന്താണ്? സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരം ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഹിമാചലിനെ എന്തെന്നറിയപ്പെടുന്നു? ലെസ്സർ ഹിമാലയം. ഹിമാചലിനെ എന്തെന്നറിയപ്പെടുന്നു? ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ വീതി എന്താണ്? 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഹിമാചലിൻ്റെ വീതി. നോക്കാം, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി. അടുത്ത ഏതിനെ കുറിച്ചാണ് പറയുന്നത്? ഹിമാദ്രിയെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. എന്താണ്? ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി. എന്താണ്? ഏകദേശം 25 കിലോമീറ്റർ ആണ് വീതി. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. എന്താണ്? മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. ഏത് നിരയിലാണ്? ഈ നിരയിലാണ്. അപ്പം നോക്കാം, എന്താണ്? ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന എന്താണ്? സിവാലിക്കാണ്. ഇനി സിവാലിക്കിന് വടക്കായി കാണപ്പെടുന്ന എന്താണ്? അത് ഹിമാചലാണ്. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഹിമാചലാണ്. എന്നാൽ ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഹിമാദ്രിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് ഓപ്ഷൻ ഡി വിഴിഞ്ഞത്താണ്. എവിടെയാണ്? ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ്. ഏതാണ്? ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. എന്നാൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഏതാണ്? അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? അത് ഓപ്ഷൻ ബി നാഗ്പൂർ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി നാഗ്പൂർ. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം അല്ലേ? ഇന്ത്യയുടെ ഓറഞ്ച് നഗരം അല്ലെങ്കിൽ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നാഗ്പൂർ ആണ്. ഏതാണ്? നാഗ്പൂർ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരവും ഏതാണ്? അതും നാഗ്പൂർ ആണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഏതാണ്? നദി ഏതാണ്? ഓപ്ഷൻ സി കാവേരി ആണ്. ഓപ്ഷൻ സി കാവേരി. നോക്കാം, കുറച്ച് SCRT രണ്ട് ടേബിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, സോഷ്യൽ സയൻസിലെയാണ്. 9ാം ക്ലാസ്സിലെയാണ്, ചാപ്റ്റർ 3 നമുക്ക് ആ ടേബിൾ നോക്കാം. ആദ്യത്തെ ടേബിൾ നോക്കാം. നദി, ഉത്ഭവം, പ്രധാന പോഷക നദികൾ, നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ, ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ നദി ഏതാണ്? മഹാനദി അല്ലേ? ഏതാണ്? മഹാനദി. അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? റായിപ്പൂരിലെ സിഹാവ. എവിടെയാണ്? റായിപ്പൂരിലെ സിഹാവ. അത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അതിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ല്. ഏതാണ്? ഇബ്, ടെല്ല്. ഇനി നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനം ഏതൊക്കെയാണ്? അത് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഏതാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. അടുത്തത് ഗോദാവരി. അത് എവിടെയാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന്. പ്രധാന പോഷക നദികളാണ് പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഇതൊക്കെ PSC ഒരുപാട് ചോദിച്ച ചോദ്യങ്ങളാണ്, മറക്കരുത്. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനം ഏതാണ് ഗോദാവരിയുടെ? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഏതാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. അടുത്ത കൃഷ്ണ നദി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഏതാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. അടുത്ത നദി നോക്കാം, കാവേരി. ഇതല്ലേ ചോദിച്ചത്? ഇതാ നോക്കൂ, ഉത്ഭവം ബ്രഹ്മഗിരി കുന്നുകൾ. ബ്രഹ്മഗിരി കുന്നുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി. ഏതാണ്? കബനി, ഭവാനി, അമരാവതി. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനം ഏതൊക്കെയാണ്? കർണാടക, തമിഴ്നാട്, കേരളം. ഏതാണ്? കർണാടക, തമിഴ്നാട്, കേരളം. അപ്പോൾ ഈ ടേബിള് പഠിച്ചു വെക്കുക. ഇതാ ഒരു തുട നോക്കാം. അടുത്ത നദി ഏതാണ്? നർമ്മദ അല്ലേ? ഏതാണ്? നർമ്മദ. നർമ്മദയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? അത് അമർകണ്ടക്കിലാണ്. എവിടെ നിന്നാണ്? അമർകണ്ടക്, മധ്യപ്രദേശ് എന്നാണ്. എവിടെയാണ്? മധ്യപ്രദേശ്. അതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, ബെഞ്ചാർ. ഏതാണ്? ഹിരൺ, ബെഞ്ചാർ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഏതാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അടുത്ത നോക്കൂ, താപ്തി. താപ്തി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? താപ്തി ഉത്ഭവിക്കുന്നത് മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ് ആണ്. എവിടെയാണ്? മധ്യപ്രദേശ്. പ്രധാന പോഷക നദികളാണ് പൂർണ, ഗിർന. ഏതാണ്? പൂർണ, ഗിർന. ഇനി നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. എവിടെയാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പോൾ നമ്മുടെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അത് ഓപ്ഷൻ സി കാവേരി ആണ്. ഓപ്ഷൻ സി കാവേരി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? അപ്പം നമുക്ക് ഓരോ ഓപ്ഷനും വായിച്ചു നോക്കാം അല്ലേ? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നു. ശരിയാണോ? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നു. ശരിയാണ്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. അടുത്ത നോക്കാം. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. എന്താണ്? കഴിവ് കൂടുതലാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കൂടുതലാണ്. നാലാമത്തെ ഓപ്ഷൻ നോക്കാം. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. ശരിയാണോ?
അല്ല, ഒരിക്കലും അല്ല, തെറ്റാണല്ലേ. എക്കൽ മണ്ണിന് ഫലഭൂഷ്ടി കൂടുതലാണ്. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്, 3ഉം 4ഉം തെറ്റാണല്ലേ. അപ്പൊ ചോദിച്ചത് ഏതാണ്? ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ ശരിയായ പ്രസ്താവന അപ്പൊ ഏതാണ്? അത് ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ 1ഉം 2ഉം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്? അത് ഓപ്ഷൻ എ മുംബൈ ആണ്. ഓപ്ഷൻ എ മുംബൈ ആണ്. എന്നാൽ കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ് ആദ്യമായി പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്? അത് ആലപ്പുഴയാണ് കേട്ടോ. എവിടെയാണ്? ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് ഇത് വാലിഡ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. എന്നാൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് തെറ്റാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് എന്നാണ്. എന്നാൽ നിലവിൽ ആന്ധ്രാപ്രദേശിന് ഒരു ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, അതാണ് അമരാവതി. ഗവൺമെന്റ് പിന്നീട് അത് ചേഞ്ച് ചെയ്തു, 3 തലസ്ഥാനങ്ങൾ അത് മാറ്റി എന്താക്കി? ഒരേ ഒരു ക്യാപിറ്റലാക്കി. അമരാവതി മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ. ഇതിനെക്കുറിച്ച് നമ്മുടെ പുതിയ SCERTയിൽ പറയുന്നുണ്ട്. അതും ഏതാണ്? 9ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്റർ നമ്മൾ കുറച്ചു മുന്നേ നോക്കിയായിരുന്നു, ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ആ സെയിം ചാപ്റ്റർ എന്നുള്ള ചോദ്യം തന്നെയാണ്. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി നമുക്ക് നോക്കാം. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലൂടെ ജലസേചനത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത്. എവിടെയാണ്? അപ്പോൾ രാജസ്ഥാനിലാണല്ലേ ഇന്ദിരാഗാന്ധി കനാൽ. എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ സ്മരണാർത്ഥം അതിന് ഇന്ദിരാഗാന്ധി എന്ന പേര് നൽകി ഇന്ദിരാഗാന്ധി കനാൽ എന്നിപ്പോൾ അറിയപ്പെടുന്നു. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. അപ്പോൾ എവിടെ നിന്നാണ്? ഹരിക്കെ ബാരേജ് അല്ലേ. ഹരിക്കെ ബാരേജിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതെവിടെയാണ്? പഞ്ചാബിലാണത് സ്ഥിതി ചെയ്യുന്നത്. ഹരിക്കെ ബാരേജ് എവിടെയാണ്? പഞ്ചാബ്. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി. അപ്പോൾ എന്താണ്? ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഥാർ മരുഭൂമിയിലൂടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെട്ടു. എന്നാൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുള്ള സൂചകാർത്ഥം എന്ത് ചെയ്തു? പേര് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് മാറ്റി. ഇത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഹരിക്കെ ബാരേജിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബിൽ. നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ ഒരു ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ്. ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് ഏതായിരിക്കും? 1ാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. 2ാം സ്ഥാനത്ത് ഗുജറാത്ത്, 1ാം സ്ഥാനത്ത് ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? അത് ഓപ്ഷൻ ബി ആനയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആന. പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 2010 ആണ്. എന്താണ്? 2010. അപ്പോൾ പ്രോജക്റ്റ് എലിഫന്റ് എന്നാണ്? പ്രോജക്റ്റ് എലിഫന്റിന്റെ വർഷം അത് 1992 ആണ്. ഏതാണ്? 1992. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് ചോദിച്ചാൽ അത് ആനയാണ്. ഏതാണ്? ആന. എന്നാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം നാഷണൽ അനിമൽ ചോദിച്ചാൽ അത് കടുവയാണ്. അതെല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ
അത് ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആരാണ്? ഡോക്ടർ എ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, നോക്കാം ഒരു SCERTയിൽ നമുക്ക് BR അംബേദ്കർ ഉണ്ടല്ലേ ഇവിടെ. നമുക്ക് ഭരണഘടന നിർമ്മാണ സഭയെക്കുറിച്ച് SCERTയിൽ പറയുന്നുണ്ട്. പുതിയ SCERT ആണല്ലോ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പുതിയ SCERTയിൽ പറയുന്നുണ്ട് ഏതാണ്? 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3ലെ ഭരണഘടന വഴിയും വഴികാട്ടിയും. ഭരണഘടന വഴിയും വഴികാട്ടിയും. നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ സവിശേഷതകൾ അല്ലേ. എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ സവിശേഷതകൾ? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുന്ന ചോദ്യമാണ്. നിർമ്മാണ കാലയളവ് എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. എന്നാൽ ആദ്യ സമ്മേളനം എന്നായിരുന്നു? ആദ്യ സമ്മേളനം ഒരു പൂവ് പോലെയാണല്ലേ കൊടുത്തേക്കുന്ന ഓരോ ഇതളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 എന്നായിരുന്നു. 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതല്ലേ നമ്മുടെ ചോദ്യം. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തതാ ഭരണഘടന അംഗീകരിച്ചത്, അതായത് ഒപ്പുവെച്ചത് എന്നായിരുന്നു? 1949 നവംബർ 26. 1949 നവംബർ 26. ഈ നവംബർ 26 നമ്മൾ എന്തോ ആയിട്ട് ആചരിക്കാറില്ലേ? എന്തായിട്ട് ആചരിക്കുന്നേ? ഭരണഘടനാ ദിനം അല്ലേ. ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ എന്ത് ആചരിക്കാറുണ്ട്? നവംബർ 26 ആചരിക്കാറുണ്ട്. നോക്കാം അടുത്ത ഇതൾ എന്താണ്? നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26 നിലവിൽ വന്നു. എന്ത് വന്നു? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ആ വർഷത്തിനൊരു പ്രത്യേകത കൂടെയില്ലേ? എന്താണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയല്ലേ. ഇന്ത്യ റിപ്പബ്ലിക് ആയതും 1950 ജനുവരി 26 അടുത്ത നോക്കൂ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. ഈ 1 2 3 5 ഇതളുണ്ടല്ലേ ഈ പൂവിന്. ഈ 5 ഇതളും PSCയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണിത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ചത് അല്ലെങ്കിൽ ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. അന്ന് തന്നെയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ അല്ലെ, മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് ഓപ്ഷൻ ഡി 42 ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി 42. അതിനെക്കുറിച്ചും നമ്മുടെ പുതിയ SCERTയിൽ പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിൽ നമുക്ക് പറയുന്നുണ്ട്. നോക്കാം. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സോരൺ സിംഗ് കമ്മിറ്റി. ഇതെല്ലാം PSCയുടെ ചോദ്യമാണ്. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1972 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം. ഏതാണ് ആ ഭാഗം? ഭാഗം 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അല്ലേ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. നോക്കൂ, ഒരു ചെറിയ പാരഗ്രാഫാണെങ്കിലും എന്തുമാത്രം ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി, എന്തുമാത്രം PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കിട്ടി. ഓൾറെഡി ചോദിച്ചിട്ടുള്ളതുമാണിത്. ഒന്നുകൂടെ നോക്കൂ. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? സർദാർ സോരൺ സിംഗ് കമ്മിറ്റി. എത്രാമത്തെ ഭേദഗതി? 42ാം ഭേദഗതി. എത്രാമത്തെ ഭാഗമാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ഭാഗം 4A ആണ് അല്ലേ. ഭാഗം 4A. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് ഇതിലേക്ക് കൂട്ടിച്ചേർത്തത്. നോക്കൂ, 42 അല്ലേ. ഇതിന്റെ വർഷം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ? 4+2 എത്രയാ? 4+2 6 അല്ലേ. ഈ ഭേദഗതി വന്ന വർഷം ഏതാ?
1976. ഇതിൻ്റെ ലാസ്റ്റ് അക്കം ഏതാ? 6. ഒരു ചെറിയ ഷോർട്ട് കട്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗീതം ഏതാണ്? നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? അതാണ് വന്ദേ മാതരം അല്ലേ? ഏതാണ്? വന്ദേ മാതരം. ദേശീയ ഗാനം ചോദിച്ചാൽ അത് ജനഗണമന, നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. അത് രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏതാണ്? ആനന്ദമഠം നോവൽ. ആനന്ദമഠം നോവലിൽ നിന്നാണ് ഈ ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. ഇത് ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് അറിയാമോ? ഈ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൽക്കട്ട. 1896 കൽക്കട്ട INCയിൽ വെച്ചിട്ടാണ്, INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത്. അപ്പോൾ ആലപിച്ചത് ആരായിരിക്കും? ആലപിച്ചതാണ് നമ്മുടെ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ദേശീയ ഗീതം അന്ന് ആലപിച്ചത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം അത് ഓപ്ഷൻ എ 2005. ഓപ്ഷൻ എ 2005. എന്നാൽ നിലവിലെ ഇന്ത്യയുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ ഇന്ത്യയുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അത് രാജ്കുമാർ ഗോയലാണ്. ആരാണ്? രാജ്കുമാർ ഗോയൽ. 13ാമത്തെ വ്യക്തിയാണ് കേട്ടോ. 13ാമത്തെ വ്യക്തി, മറക്കരുത്. ആരാണ്? രാജ്കുമാർ ഗോയൽ. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ്? അത് ഓപ്ഷൻ ഡി 3 കേട്ടോ. ഓപ്ഷൻ ഡി 3. അപ്പം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? അത് 3. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? എത്ര ആരക്കാലുകളുണ്ട്? 24 അല്ലേ? ഓപ്ഷൻ സി 24 ആരക്കാലുകളാണ് നമ്മുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്? അത് 1947 ജൂലൈ 22 എന്നാണ്. ജൂലൈ 22 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാകയെ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഈ ക്വസ്റ്റ്യൻ സമയത്ത് ഓപ്ഷൻ ഡി ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയായിരുന്നു. എന്നാൽ നിലവിൽ അത് മാറിയിട്ടുണ്ട്. ആരാണ് നിലവിൽ? ആരാണ്? വി രാമസുബ്രഹ്മണ്യം. ആരാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ? വി രാമസുബ്രഹ്മണ്യം. വീണ്ടും ഒരു പതാകയെക്കുറിച്ച് ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി അത് ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ ആണ് കേട്ടോ. ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ, മറക്കരുത്. ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? അത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ശരിയാണ്. ഓപ്ഷൻ ബി സ്വത്തവകാശം, ആണോ? അല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വത്തവകാശം മൗലിക അവകാശത്തിലല്ല ഉൾപ്പെടുന്നത്. അതിലുണ്ടായിരുന്നു, പക്ഷേ 44ാം ഭേദഗതി പ്രകാരം 44ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? അതിനെ മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റി. അതിൽ നിന്ന് മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി 44ാം ഭേദഗതിയിലൂടെ. നോക്കൂ, നമ്മുടെ 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും പുതിയ SCERTയിൽ ഈ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ. മൗലിക അവകാശങ്ങൾ അല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെ. എന്താണ് സമത്വത്തിനുള്ള അവകാശം? അനുച്ഛേദം 14 മുതൽ 18 വരെ.
അടുത്ത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെ. ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. ചൂഷണത്തിനെതിരായ അവകാശം അനുച്ഛേദം 23, 24. അപ്പം അടുത്തത് എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതും മൗലിക അവകാശങ്ങൾ പെടുന്നതല്ലേ? ആണ്. ഏതാണ് അനുച്ഛേദം? അനുച്ഛേദം 25 മുതൽ 28 വരെയാണ്. 25 മുതൽ 28 വരെ. അടുത്ത സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. അത് ഏത് ആർട്ടിക്കിൾ വരുന്നു? അനുച്ഛേദം 29 മുതൽ 30 വരെ. ഇതെല്ലാം PSC ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത നോക്കാം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതും ഏതാണ്? അനുച്ഛേദം 32 ആണ് അല്ലേ? അപ്പം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇതെല്ലാം നമ്മുടെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ട്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം അതുമുണ്ട്, സമത്വാവകാശം അതല്ലേ സമത്വത്തിനുള്ള അവകാശം. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതായിരുന്നു? സ്വത്തവകാശമായിരുന്നു. മനസ്സിലായല്ലോ? നമുക്ക് അടുത്തത് നോക്കിയാലോ? ഓക്കെ, നമുക്ക് 34ാമത്തെ ചോദ്യം നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? അത് ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഏതാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിനെക്കുറിച്ച് നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 32ാമത്തെ ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെയായിരുന്നു? അത് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസിന്റെ ആണ്. ഏതാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് ഓപ്ഷൻ ഡി 1930 ഏപ്രിൽ 6-നാണ്. ഏതാണ്? 1930 ഏപ്രിൽ 6-നാണ്. നമുക്ക് ഇതിനെപ്പറ്റി ഒരു SCERT പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ കാണാം അല്ലേ, ഗാന്ധിജി ഉപ്പ് കയ്യിലെടുത്ത് നിയമം ലംഘിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തിച്ചേർന്നു. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. 1930 ഏപ്രിൽ 6-ന് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. നമ്മളിതല്ലേ പഠിച്ചത്? ഉപ്പ് നിയമം 1930 ഏപ്രിൽ 6. എത്ര പേരുണ്ടായിരുന്നു? 78 പേരാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. അതല്ലേ നമ്മൾ ചോദിച്ചത് ഇവിടെ. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നായിരുന്നു? അത് 1930 ഏപ്രിൽ 6-നായിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് കേട്ടോ. ആരാണ്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അത് ഓപ്ഷൻ ഡി അരുണ ആസിഫ് അലി ആണ്. ഓപ്ഷൻ ഡി അരുണ ആസിഫ് അലി. ഓപ്ഷൻ ഡി അരുണ ആസിഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് അത് ഓപ്ഷൻ എ റാണി ഗൈഡില്യു ആണ് കേട്ടോ. ഓപ്ഷൻ എ റാണി ഗൈഡില്യു. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? താഴെ കൊടുത്ത വ്യക്തികളിൽ ഗാന്ധിജി ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, സർദാർ പട്ടേൽ ഉണ്ട്, BR അംബേദ്കർ ഉണ്ട്. ആരാണ്? ഓപ്ഷൻ ഡി BR അംബേദ്കർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി BR അംബേദ്കർ ആണ്. അപ്പോൾ എന്നൊക്കെയായിരുന്നു ഈ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം? ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 1930,
1931, 1932. ഈ 3 വർഷങ്ങളിലായിട്ടാണ് എന്ത് നടന്നത്? വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. എവിടെയാണ് നടന്നത്? ലണ്ടനിലാണ് കേട്ടോ. എവിടെ വെച്ചിട്ടാണ്? ലണ്ടനിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? അത് ഓപ്ഷൻ ബി റൗലത്ത് നിയമമാണ് കേട്ടോ. ഓപ്ഷൻ ബി റൗലത്ത് നിയമം. എന്നാണ് ജാലിയൻ വാലാബാഗ് നടന്നത്? 1919 ഏപ്രിൽ 13. എന്നാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് നടന്നത്. അടുത്ത ചോദ്യം, വിധിയുമായൊരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായൊരു കൂടിക്കാഴ്ച. അത് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ആരാണ്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. അടുത്ത 40ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? അത് ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. 41ാമത്തെ ചോദ്യം, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് ഓപ്ഷൻ ഡി കാസർഗോഡ് ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ്. എന്നാൽ യക്ഷഗാനം ഏത് സംസ്ഥാനത്തിലെ കലാരൂപമാണ് എന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. ഏതാണ്? കർണാടക. ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? കർണാടക. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നതും ഏതാണ്? അത് യക്ഷഗാനമാണ് കേട്ടോ. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നതും ഏതാണ്? അത് യക്ഷഗാനമാണ്. 42ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല അത് ഓപ്ഷൻ എ പാലക്കാടാണ്. ഏതാണ്? ഓപ്ഷൻ എ പാലക്കാട്. 1984 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ 1985 എന്താ ഉദ്ഘാടനം ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. ആരായിരുന്നു? രാജീവ് ഗാന്ധി. എന്നാൽ പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. അപ്പോൾ 1984 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയും 1985 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയുമായിരുന്നു. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അത് ഓപ്ഷൻ സി വേമ്പനാട് കായലാണ്. ഏതാണ്? ഓപ്ഷൻ സി വേമ്പനാട് കായൽ. എല്ലാവരും എക്കോ സിനിമ കണ്ടതല്ലേ? എക്കോ സിനിമ ഓക്കെ, കണ്ടതായിരിക്കും അല്ലേ? നമുക്കെന്നാൽ ഒരു ചോദ്യം നോക്കാം. വേമ്പനാട് കായൽ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു? ഏതൊക്കെ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്നു? എക്കോയുടെ സ്പെല്ലിംഗ് EKO ആണല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. EKA നോക്കിയാലോ? എക്ക എന്താണ്? വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് E എറണാകുളം, K കോട്ടയം, A ആലപ്പുഴ. അപ്പോൾ വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകളല്ലേ? വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ചോദിച്ചാൽ അത് എക്ക, എറണാകുളം, കോട്ടയം, ആലപ്പുഴ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 44ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. കല്ലടയാർ, പാമ്പാർ, കരമനയാർ, മണിമലയാർ. നമ്മുടെ കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന 3 നദികളേ ഉള്ളൂ അല്ലേ? ഏതൊക്കെയാണിത്? അതാണ് കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി പാമ്പാർ ആണ്. ഓപ്ഷൻ ബി പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏതാണ്? അത് ഓപ്ഷൻ സി ഇടുക്കിയാണ്. ഓപ്ഷൻ സി ഇടുക്കിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? അത് ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പലാണ്. ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. എന്നാൽ ഔദ്യോഗിക വൃക്ഷം ഏതാണ് കേരളത്തിൻ്റെ? അത് തെങ്ങാണല്ലേ? ഏതാണ്? തെങ്ങ്. ഔദ്യോഗിക വൃക്ഷം ചോദിച്ചാൽ തെങ്ങാണ്. മൃഗം ഏതാണ്? മൃഗം അത് ആനയാണല്ലേ? ആന. ഫലം ചോദിച്ചാൽ ഏതാണ്? അത് ചക്കയാണ് അല്ലേ? അപ്പോൾ പുഷ്പം ചോദിച്ചാൽ അത് നമ്മുടെ കണിക്കൊന്നയാണ്. ഏതാണ്? കണിക്കൊന്ന. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ഏതാണ്? ഓപ്ഷൻ എ തീരപ്രദേശം, ഓപ്ഷൻ ബി പുൽമേട്, ഓപ്ഷൻ സി വരണ്ട പ്രദേശം, ഓപ്ഷൻ ഡി മലയോരങ്ങൾ. ഏതാണ് നെയ്തൽ വരുന്നത്? അത് ഓപ്ഷൻ എ തീരപ്രദേശമാണ്. ഓപ്ഷൻ എ തീരപ്രദേശം. നോക്കാം. 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്
അവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇതാ ഒരു ടേബിൾ കണ്ടില്ലേ? തിണകൾ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ, ഉപജീവന മാർഗങ്ങൾ. നോക്കാം. ഒരു 5 തിണകൾ പറഞ്ഞിട്ടുണ്ട്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. എന്താ നെയ്തലല്ലേ ചോദിച്ചത്? നമുക്ക് നോക്കാം. കുറിഞ്ചി എന്താണ് സവിശേഷത? കാട്, മല. അവിടെ എന്താണ്? കാടും മലയുമാണ്. ഉപജീവന മാർഗം വനവിഭവ ശേഖരണം, വേട്ടയാടൽ. വനവിഭവ ശേഖരണം, വേട്ടയാടൽ. കാര്യം അവിടെ കാടും മലയാണല്ലോ. അടുത്തത് മുല്ലൈ, പുൽമേടുകൾ, കുറ്റിക്കാടുകൾ. ഉപജീവന മാർഗം എന്താണ്? കന്നുകാലി മേയ്ക്കൽ അല്ലേ? പുൽമേടുകളും കുറ്റിക്കാടുകളും നമ്മളോട് കന്നുകാലി മേയ്ക്കാനല്ലേ പറ്റുള്ളൂ, അതാണ്. അടുത്തത് പാലൈ. അവിടെ എന്താണ്? വരണ്ട പ്രദേശമാണ്. അവിടെ കൃഷിയോ നടക്കില്ല, കന്നുകാലി മേയ്ക്കലും നടക്കില്ല. സോ അടുത്ത ഉപജീവന മാർഗം എന്താണ്? കൊള്ളയും കവർച്ചയുമാണ്. എന്താണ്? കൊള്ളയും കവർച്ചയും. അടുത്തത് മരുതം, വയൽ പ്രദേശം. വയൽ പ്രദേശമായതുകൊണ്ട് ഉപജീവന മാർഗം എന്തായിരിക്കും? കൃഷിയായിരിക്കും. അടുത്തതാണ് നെയ്തൽ അല്ലേ? അടുത്ത തിണ ഏതാണ്? നെയ്തൽ. തീരപ്രദേശമാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ ഉപജീവന മാർഗം എന്തായിരിക്കും? മീൻപിടുത്തം, ഉപ്പുകുറുക്കൽ. അപ്പം മറക്കരുത്, കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കാട്, മല, പുൽമേടുകൾ, കുറ്റിക്കാടുകൾ, വരണ്ട പ്രദേശം, വയൽ പ്രദേശം. നെയ്തൽ ഏതാണ്? തീരപ്രദേശം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ അത് ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ ബി അട്ടപ്പാടിയാണേ. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അട്ടപ്പാടിയാണ്. ഓപ്ഷൻ ബി അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആലപ്പുഴയാണ്. ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ സി ആലപ്പുഴയാണ്. എന്നാൽ വലുത് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. മറക്കരുത്, വലുത് ചോദിച്ചാൽ ഏതാണ്? അത് ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? അത് ഓപ്ഷൻ എ OM നമ്പ്യാരാണ്. ആരാണ്? OM നമ്പ്യാർ. എന്നാൽ 2025 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആരാണ് ആ മലയാളി? അദ്ദേഹത്തിൻ്റെ പേരാണ് എസ് മുരളീധരൻ. ആരാണ്? എസ് മുരളീധരൻ. അദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബാഡ്മിൻ്റൺ. PSC ചോദിക്കാം, ബാഡ്മിൻ്റൺ. അപ്പോൾ 2025 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് എസ് മുരളീധരനാണ്. ബാഡ്മിൻ്റൺ ആണ് അദ്ദേഹത്തിൻ്റെ ഇനം. 51ാമത്തെ ചോദ്യം, ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ആരാണ് ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ്? PSC ചോദിച്ചു അടുത്ത ഒരു ചോദ്യമാണിത്. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ്. 1897 കേട്ടോ. 1897. ഇതില്ലാത്തൊരു ചോദ്യം PSC പ്രിലിംസിൽ കണ്ടിട്ടില്ല. അടുത്ത ചോദ്യം, കന്യാകുമാരിയിലെ ശാസ്താംകോവിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ശാസ്താംകോവിലിൽ ജനിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികളാണല്ലേ. ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമപന്തി ഭോജനം അത് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം ആരാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ് അല്ലേ. ആത്മവിദ്യാസംഘം ആരാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1917 ആണ്. 1917. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? 54ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ അത് ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നേ. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 55ാമത്തെ ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ അതായത് PRDS സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അത് ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരുവാണ്. പൊയ്കയിൽ കുമാരഗുരു. വർഷം ചോദിച്ചാൽ 1909. വർഷം ചോദിച്ചാൽ 1909. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭനാണ്. ആരാണ്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. ഈ സവർണ ജാഥ ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1924 നവംബർ 1 എന്നാണ്. 1924 നവംബർ 1 സവർണ ജാഥ ആരംഭിച്ചത്. ഈ സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? അത് വക്കം അബ്ദുൾ ഖാദർ ആണ്. ഓപ്ഷൻ സി, വക്കം അബ്ദുൾ ഖാദർ ആണ്. അടുത്ത 58ാമത്തെ ചോദ്യം, വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് ഓപ്ഷൻ ബി, അയ്യങ്കാളി അല്ലേ? പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്ന അയ്യങ്കാളിയായിരുന്നു. വർഷം ചോദിച്ചാൽ 1893 വില്ലുവണ്ടിയുടെ വർഷം, 1893. അടുത്ത ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അത് ഓപ്ഷൻ എ, VT ആണ് കേട്ടോ. VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. 60ാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത്, അത് ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. ഇതും PSC റിപ്പീറ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. വളരെ ബേസ് ചോദ്യമാണ് അല്ലേ? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഓപ്ഷൻ ബി, ഇൻസുലിൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി, ഇൻസുലിൻ. 62ാമത്തെ ചോദ്യം, സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ ബി, O ഗ്രൂപ്പാണ്. ഏതാണ്? ഓപ്ഷൻ ബി, O ഗ്രൂപ്പ്. എല്ലാവർക്കും നൽകാൻ പറ്റുമല്ലേ? ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. എന്നാൽ സാർവിക സ്വീകർത്താവ് ആരാണ്? സാർവിക സ്വീകർത്താവ് അതാണ് AB ഗ്രൂപ്പ് കേട്ടോ. സാർവിക സ്വീകർത്താവാണ് AB ഗ്രൂപ്പ്, തെറ്റിക്കരുത്. അടുത്തത്, വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ്, അത് ഓപ്ഷൻ എ, ടൈഫോയിഡ് ആണ്. ഓപ്ഷൻ എ, ടൈഫോയിഡ് ആണ്. എന്നാൽ ക്ഷയവുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റ് ഉണ്ട്, അതിൽ ഒരു ടെസ്റ്റാണ് ഡോട്ട്സ് ടെസ്റ്റ് കേട്ടോ. ഏതാണ്? ഡോട്ട്സ് ടെസ്റ്റ്, മറക്കരുത്. അതുപോലെ കുഷ്ഠവുമായി ബന്ധപ്പെട്ടും ഒരുപാട് ടെസ്റ്റ് ഉണ്ട്, അതിലൊരു ടെസ്റ്റാണ് ഹിസ്റ്റമിൻ ടെസ്റ്റ്. ഏതാണ്? ഹിസ്റ്റമിൻ ടെസ്റ്റ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? അത് ഓപ്ഷൻ സി, 24 അസ്ഥികളാണ്. എത്രയാണ്? 24 അസ്ഥികളാണ് ഉള്ളത്. 65ാമത്തെ ചോദ്യം, ശരീരത്തിലെ കാൽഷ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. കാൽഷ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? അത് ഓപ്ഷൻ ബി, ജീവകം D ആണ്. ഓപ്ഷൻ ബി, ജീവകം D. ഈ ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. എന്നാൽ ഈ ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ചോദിച്ചാൽ അത് കണയാണ്. എന്താണ്? കണ. ഏതാണ്? കണ. അടുത്ത 66ാമത്തെ ചോദ്യം, അത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 67ാമത്തെ ചോദ്യം, വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ, അത് ഓപ്ഷൻ ബി, എപ്പിഫൈറ്റുകളാണ്. ഏതാണ്? ഓപ്ഷൻ ബി, എപ്പിഫൈറ്റുകൾ. 68ാമത്തെ ചോദ്യം, ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതാണ്? ഭൂകാണ്ഡത്തിന് ഉദാഹരണം, അത് ഓപ്ഷൻ ബി, മധുരക്കിഴങ്ങാണ്. ഏതാണ്? ഓപ്ഷൻ ബി, മധുരക്കിഴങ്ങ്. 69ാമത്തെ ചോദ്യം, പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം, അത് ഓപ്ഷൻ എ, ഹരിതയാണ് കേട്ടോ. ഓപ്ഷൻ എ, ഹരിത. കാരണം ഈ ജ്യോതിക, മാലിക, ലോല എല്ലാം പയറുവർഗത്തിൽ പെടുന്നതാണ്. എന്നാൽ ഹരിത മാത്രം എന്തിൽ പെടുന്നതാണ്? അത് വഴുതിനയിൽ വരുന്നതാണ്. ഏതാണ്? വഴുതിന. ഏതാണ്? വഴുതിന. ഹരിത ഏതിൽ വരുന്നതാണ്? വഴുതിനയിലാണ്. ജ്യോതിക, ലോല, മാലിക ഇതെല്ലാം പയറുവർഗത്തിൽ പെട്ടതാണ്. 70ാമത്തെ ചോദ്യം, ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? അത് ഓപ്ഷൻ ബി, ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോൾ. പഠിക്കണം, ചന്ദ്രശങ്കര എന്നതൊരു സങ്കര ഇനം തെങ്ങാണ്.
അത് വികസിപ്പിച്ചെടുത്തത് ചാവക്കാട് ഓറഞ്ചിൽ നിന്നും വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന തെങ്ങിൽ നിന്നുമാണ്. പഠിക്കണേ, മറക്കരുതേ. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് 71ാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? അപ്പോൾ എന്താണ് ഐസോടോപ്പ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ എന്നാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണെങ്കിലാണ് അതിനെ ഐസോടോപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഐസോടോപ്പ്? അതായത് എക്സ് എന്ന് പറയുന്ന ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യസ്തമാണെങ്കിൽ അത് എന്താവും? ഐസോടോപ്പ് ആവും. നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കാം, 2ഉം 4ഉം ആണല്ലേ. കാർബൺ ആണല്ലോ 2ഉം ആണ്. അറ്റോമിക് നമ്പർ 2ഉം 6 അല്ലേ. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആണ്. എന്നാൽ മാസ് നമ്പർ നോക്കൂ. ആദ്യത്തെ കാർബണിൻ്റെ മാസ് നമ്പർ 12ഉം രണ്ടാമത്തെ കാർബണിൻ്റെ മാസ് നമ്പർ 13ഉമാണ്. അപ്പോൾ അവിടെ മാസ് നമ്പർ വ്യത്യാസമല്ലേ. അപ്പോൾ അതൊരു ഐസോടോപ്പ് ആണ്. ഇനി അടുത്തത് എന്താണ്? 4ാമത്തെ ഓപ്ഷൻ. 2ഉം ഹൈഡ്രജൻ അല്ലേ. ആണ്. അറ്റോമിക് നമ്പർ 2ഉം 1 അല്ലേ. ആണ്. എന്നാൽ മാസ് നമ്പർ നോക്കൂ. ആദ്യത്തെ ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 2ഉം രണ്ടാമത്തെ ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 3ഉം വ്യത്യസ്തമല്ലേ. അതുകൊണ്ട് ഇതും ഒരു ഐസോടോപ്പ് ആണ്. അതായത് എക്സ് എന്നൊരു മൂലകത്തിൻ്റെ താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്നത് മാസ് നമ്പറും ആയിരിക്കും. എന്തായിരിക്കും? താഴെ എഴുതുന്നൊരു അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്നൊരു മാസ് നമ്പറും ആയിരിക്കും. ഇപ്പോൾ നോക്കൂ, ഇത് എക്സിൻ്റെ താഴത്തെ അറ്റോമിക് നമ്പർ 1ഉം മുകളിൽ എഴുതിയ ഈ 2 എന്നുള്ളത് അതിൻ്റെ മാസ് നമ്പറും ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താണ് ഐസോടോപ്പ്? ഒരേ അറ്റോമിക് നമ്പർ അല്ലേ. ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷെ എന്താണ്? വ്യത്യസ്തമായ മാസ് നമ്പർ ആയിരിക്കും. അതാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഏതാണ് ബോക്സൈറ്റ്? ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അത് ഓപ്ഷൻ എ അലുമിനിയം ആണ് കേട്ടോ. ഓപ്ഷൻ എ അലുമിനിയം ആണ്. അടുത്ത ചോദ്യം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ഓപ്ഷൻ സി മോസ്ലി ആണ്. അപ്പോൾ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ അത് മോസ്ലി ആണ്. എന്നാൽ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ, അറ്റോമിക ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ അത് മെൻഡലീവ് ആണ്. ആരാണ്? മെൻഡലീവ് ആണ്. നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ അത് മോസ്ലിയും മാസിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ അത് മെൻഡലീവുമാണ്. ഇനി 74ാമത്തെ ചോദ്യം. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? എന്താണ് നമ്മുടെ ജലത്തിൻ്റെ കെമിക്കൽ ഫോർമുല? H2O ആണല്ലേ. അതായത് ഇവിടെ കാണുന്നത് 2 ഹൈഡ്രജൻ ആറ്റമും 1 ഓക്സിജൻ ആറ്റമും അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ആറ്റങ്ങളുണ്ട് ഒരു ജലത്തിൽ? 3 ആറ്റങ്ങളാണുള്ളത്. ഒരു ജല തന്മാത്രയിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. H2O എന്നാണ് വാട്ടറിൻ്റെത് അല്ലെങ്കിൽ ജലത്തിൻ്റെത്. അവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ ആറ്റമും കൂടെ ചേർന്ന് ഓപ്ഷൻ സി 3 ആണ്. ഓപ്ഷൻ സി 3 ആണ്. 75ാമത്തെ ചോദ്യം നോക്കാം. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം അത് ഓപ്ഷൻ ബി NaHCO3 ആണ്. അതായത് സോഡിയം ബൈകാർബണേറ്റ്. എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. എന്നാൽ ഈ NaOH എന്താണ്? അതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം എന്താണ്? NaHCO3, അതായത് സോഡിയം ബൈകാർബണേറ്റ്. അടുത്ത ചോദ്യം. ഊർജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം എന്താണ്? ഊർജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം പഠിച്ചു വെക്കുക. ml² T⁻². ഓപ്ഷൻ ബി ആണ് ml² T⁻². ഇവിടെ m എന്ന് പറയുന്നത് മാസ് ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ആണ്, T എന്ന് പറയുന്നത് ടൈം ആണ്. ഊർജത്തിൻ്റെ ഡൈമെൻഷണൽ യൂണിറ്റ് ആണ് ml² T⁻². ഇനി പ്രവൃത്തിയുടെ ഡൈമെൻഷണൽ യൂണിറ്റ് ചോദിച്ചാലും
ഇത് തന്നെയാണ്. അപ്പോൾ പ്രവൃത്തി ചോദിച്ചാലും ഊർജത്തിൻ്റെ ചോദിച്ചാലും ഡൈമെൻഷണൽ യൂണിറ്റ് സെയിം ആണ്. ml² T⁻². എന്താണ് ml² T⁻²? അടുത്ത 77ാമത്തെ ചോദ്യം, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? അത് ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓപ്ഷൻ ഡി 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ജലത്തിൻ്റെ തിളനില സെൽഷ്യസിൽ ചോദിച്ചാൽ എത്രയാണ്? അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് ചോദിച്ചാൽ അത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ഏതാണ്? അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഏതാണ്? അത് ഓപ്ഷൻ സി ജലമാണ്. ഓപ്ഷൻ സി ജലമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ചോദിച്ചാൽ അത് ഏതാണെന്ന് അറിയാമോ? ഏതാണ്? അതാണ് ഹൈഡ്രജൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ചോദിച്ചാൽ അത് ജലവും മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജനുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ്? ഏറ്റവും ശക്തി കുറഞ്ഞത് അത് ഓപ്ഷൻ എ ഗുരുത്വബലമാണ്. ഏതാണ്? ഗുരുത്വബലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത്. എന്നാൽ ഏറ്റവും ശക്തി കൂടിയത് ഏതാണെന്ന് അറിയാമോ? ഏറ്റവും ശക്തി കൂടിയതാണ് ന്യൂക്ലിയർ ബലം. ഏതാണ്? ന്യൂക്ലിയർ ബലം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ബലമാണ് ഏറ്റവും ശക്തി കൂടിയത്. 80ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യന്റെ ശ്രവണ പരിധി അത് ഓപ്ഷൻ ഡി ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ PYQ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് അറിയാമോ? നമുക്ക് ഒരുപാട് സിലബസ് PSC തന്നിട്ടുണ്ട്, ഒരുപാട് പഠിക്കുന്നതിനുള്ള സിലബസ് തന്നിട്ടുണ്ട്. പക്ഷെ ആ സിലബസിൽ എല്ലാം പഠിക്കണം, പ്ലസ് അതിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമുക്ക് PYQ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഏത് ഏരിയയിൽ നിന്നാണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, നമുക്ക് ആ PYQ ചെയ്ത് നോക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റ് ആയിട്ട് ഒരു ഭാഗത്തു നിന്ന് വരുന്നത് മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പം ആ ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതാണ് നമ്മുടെ PYQ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ PYQ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തകർത്ത് നന്നായിട്ട് എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും വേറൊരു ചോദ്യവുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.